വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് വഴിയരികിൽ കാത്തുനിൽക്കുന്നത്. ഇപ്പോൾ മംഗലപുരത്ത് റെഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? വി എസിനെ ഏറ്റവും കൂടുതലും ചരിത്രപരമായിട്ട് പാർട്ടിയുടെ ഏറ്റവും മുറ്റപ്പെട്ട ഒരാളാണ്. സമരകാര്യത്തെന്ന് വേണമെങ്കിൽ എപ്പോഴും പറയാം. കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികൾക്ക് പോലും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. എന്നും ആവേശമാണ് നമ്മുടെ യുവാക്കൾക്കായാലും. എന്നാലും എല്ലാവർക്കും ഒരു ആവേശമാണ് വി എസ് എന്ന് പറയുന്നത്. വി എസ് CM ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു പ്രവർത്തനം? CM ആയിരുന്ന സമയത്ത് ഞാൻ കുട്ടിയായിരുന്നു. ഇപ്പോൾ അറിയുന്ന കാലത്തോട്ടം നമുക്കറിയാം, നിലവിൽ അത്രത്തോളം പ്രാധാന്യം നിറഞ്ഞ രീതിയിലേക്കാണ് സഖാവിൻ്റെ കാഴ്ചപ്പാടുകൾ. അത്രത്തോളം ഇത്രയും വൈകാരികമായി ഇത്രയും ജനത്തിരക്കുകൾ കൂടുന്നതെങ്കിൽ അത്രയും ജനകീയമായ രീതിയിലേക്കാണ് സഖാവിൻ്റെ ആ പ്രവർത്തന രംഗം. വി എസിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സഖാവാണ്. നമ്മളെ കാലഘട്ടത്തിൽ AKGയും കൃഷ്ണപിള്ള സഖാവും ഇല്ലാത്ത സമയത്തും വി എസിനെയാണ് നമ്മൾ കണ്ട് ഈ പാട്ടിലോട്ട് ഇറങ്ങുന്നത് തന്നെ. വി എസിനെ നമ്മുടെ ഏറ്റവും വലിയ സമര നായകന്മാരിൽ ഒരാൾ തന്നെയാണ്. എന്ത് പറയാൻ, ഒരു അസ്തമയ സൂര്യൻ, അത് തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും വി എസിനെ കുറിച്ച് പറയാൻ. എത്ര സമയമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്? 2 മണി മുതൽ ഇവിടെ നിൽക്കുകയാണ്. ഈ വേറെ സമയമെടുക്കും ഇവിടെ എത്താൻ? സമയമെടുക്കും. എന്തായാലും കണ്ടിട്ട് അതിനെ പോകുന്നുള്ളൂ. എന്തായാലും ഇവിടെ തന്നെ നിൽക്കും. സമ്പ്രദായകൻ ഇവിടെ വാങ്ങിയിൽ വളരെ വിഷമമുണ്ട്. ഞങ്ങൾ 2 മണിയോടെ നിൽക്കുകയാണ്. ബോഡി പോകുമ്പോൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എത്തി താമസിക്കുമെന്ന് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല. അല്ലെ ബോഡി എത്തിയിട്ടില്ല. അതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഇനിയൊരു വിപ്ലവ സൂര്യൻ ഇതുപോലെ ഉദിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ദുഃഖത്തോടെ തന്നെ ഇത് പറയുന്നു. അത് ആവേശത്തോടെ തന്നെ നിൽക്കുന്ന നമ്മളെ ഈ വരവേൽപ്പിന് അത് നമ്മൾ ഇതുപോലെ കാണുന്നത് പോലെ അല്ല. എന്ന് അത്രയും ആവേശത്തോടെയാണ് ജനങ്ങൾ ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഒരു യുഗാന്ത്യം അവസാനിച്ച ഒരു ഫീലാണ്. കാരണം ഇന്നലെ AKG സെന്ററിൽ, ഇന്ന് ദർബാർ ഹാളിൽ ഇതിപ്പോൾ 3ാം തവണയാണ് വി എസിന്റെ ഭൗതിക ശരീരം കാണാനെത്തുന്നത്. അതേ ഒരു യുഗാന്ത്യം അവസാനിച്ച ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും. ഇങ്ങനൊരു സമരനായകൻ ഉണ്ടാകുമോ എന്നൊരു സംശയമാണ്. അത്രത്തോളം ജനകീയ സ്വാധീനമുള്ള ഒരാളാണ് വി എസ്. വി എസിന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവില്ല. രാഷ്ട്രീയ കക്ഷി ഭേദമന്യ ആൾക്കാർ CPM-ലായാലും മറ്റ് ഇതര CPI-യിലായാലും കോൺഗ്രസിലായാലും BJP-യിലും ഇതര രാഷ്ട്രീയ കക്ഷികളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിരിക്കുന്നത്. അങ്ങനെ പലരും കരയുന്നുണ്ടായി, പല അവസരങ്ങളിൽ കരയുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അങ്ങനെ സ്ത്രീകളും കുട്ടികളൊക്കെ വളരെ ദുഃഖത്തോടു കൂടി വന്ന് നിൽക്കുകയാണ്. കൂടുതലും ചെറുപ്പക്കാർ 20-22 വയസ്സായ ചെറുപ്പക്കാരുൾപ്പെടെ വലിയ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസിനെ കാണുന്നതാണ് 2 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നത്. അത്ര ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ കേരളക്കര കണ്ടതിൽ ഏറ്റവും വലിയ വിയോഗം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു വിയോഗം കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്.